കടമെടുപ്പിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം തുടരുന്നു. കടമെടുക്കുന്നതിന്റെ പേരിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതാണ് സംസ്ഥാനത്തിന്റെ പരാതി. ഇതിനെതിരെ പ്രതിപക്ഷ എംപിമാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര ധനവകുപ്പ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും കടുംവെട്ടുമായി കേന്ദ്ര ധനവകുപ്പിന്റെ നീക്കം. ഈ വർഷം കടമെടുക്കാൻ അനുവദിച്ചത് 40,848 കോടി രൂപയാണ്. ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാം. കഴിഞ്ഞ വർഷത്തേക്കാൾ 8,000 കോടി രൂപ അധികമുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടിന്റെ പേരിൽ 3,323 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. തീരുന്നില്ല. IGST കണക്കാക്കിയതിൽ പിഴവ് സംഭവിച്ചുവെന്ന് കാണിച്ച് 935 കോടി രൂപയും വെട്ടിച്ചുരുക്കി. സാമ്പത്തിക വിവേചനം രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആക്ഷേപിച്ച് കടുത്ത പ്രതിഷേധത്തിലാണ് കേരളം. പോരാട്ടം സുപ്രീം കോടതി വരെ കയറിയിട്ടും കേന്ദ്ര നിലപാട് തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പ്രതിപക്ഷ സഹകരണത്തിന് ധനമന്ത്രിയുടെ തീരുമാനം. വൈകാതെ പ്രതിപക്ഷ എംപിമാരുടെ യോഗം വിളിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. എംപിമാരുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് പരാതി നൽകാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.